ഹായ് അസ്സാം വലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഇഫ്താറായിട്ടുള്ള ഈവനിങ് പ്രിപ്പറേഷനാണ്. ഇന്നില്ലേ ഭയങ്കര തിരക്കേറിയ ദിവസമാണ്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് തിരക്കെന്ന് വെച്ചാൽ നമ്മൾ ഉപ്പാൻ്റെ ഫ്രണ്ടിനെ കുറച്ച് കടികളൊക്കെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുള്ള ഒരുക്കങ്ങളാണ്. അപ്പോൾ ആദ്യം തന്നെ ഇന്ന് ഉണ്ടാക്കാൻ പോയ കായ്പോളക്കുള്ള കായൊക്കെ പൊരിക്കാൻ അടുപ്പത്തിട്ടു. നമ്മളിങ്ങനെ വാട്ടണമല്ലോ, അതിനുള്ളത് അങ്ങിട്ടു. അടുത്ത് ക്യാരറ്റൊക്കെ ആദ്യം വേവിപ്പിച്ചിന്. അപ്പോൾ ക്യാരറ്റ് പോലക്കുള്ള പൊടികളൊക്കെ ഇട്ടു. ഇതാ ഇങ്ങനെ കായ് ഇങ്ങനെ പൊരിച്ചെടുക്കണം. കായ്പോള മിക്കവാറും മലയാളികൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ റെസിപ്പി വേണ്ട ആൾക്കാർ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ക്യാരറ്റ് പോലൊക്കെയുള്ള അണ്ടിപ്പരിപ്പ് അതൊക്കെ നല്ലോണം വാട്ടിയെടുത്ത് 1/2 kg അങ്ങനെ അതൊക്കെ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുക. ചില ആൾക്കാർ ചെത്തിയിട്ടും ആക്കും. ഞാൻ വേവിപ്പിച്ചിട്ടാണ്. നമ്മളെ വീട്ടിൽ എനിക്ക് മറ്റതിൻ്റെ ഒരു മുട്ടൻ്റെ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതാകുമ്പോഴേക്ക് നല്ല ടേസ്റ്റാണ്. അങ്ങനെ കല്ലുമുക്കായി നിറക്കണേനു അതിനുള്ള അരിയോ പൊടിക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ഇട്ടു, ഉള്ളി, പെരിയ ജീരകം ഇട്ടു. അതങ്ങ് നന്നായിട്ട് ഇങ്ങനെ ഈ പരുവത്തിൽ അരച്ചെടുക്കണം. അങ്ങനെ കല്ലുമുക്കായൊക്കെ വൃത്തിയാക്കി തന്നിട്ടുണ്ട് ഉമ്മ. അപ്പോൾ അത് നമുക്കിനി നിറക്കണം. അപ്പോൾ ഇതാണ് കല്ലുമുക്കായി നിറക്കാനൊക്കെ ഇവിടെ നിന്ന് പഠിച്ചതാണ് ഗൈസ്. പക്ഷേ എൻ്റെ നാട്ടിലെ കല്ലുമുക്കായി ഉണ്ട്, ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ വീട്ടിൽ കഴിച്ചിട്ടില്ല. അങ്ങനെ അതൊക്കെ നിറച്ചു. അടുത്ത് നമ്മൾ എന്താണ് കായ്പോളക്കുള്ള മുട്ട എപ്പോഴും നമ്മൾ ഈ മിക്സിയിൽ അടിക്കാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, അതിൻ്റെ ഈ മിക്സിയിൽ അടിച്ചാലേ വെള്ളം പോലെ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് മിക്സിയിൽ അടിക്കാണ്ട് കൈ കൊണ്ട് തന്നെ ബീറ്റ് ചെയ്ത് എടുക്കുന്നത്. അങ്ങനെ നമ്മൾ ക്യാരറ്റ് പോലെ റെഡിയായി. കല്ലുമുക്കൊക്കെ നിറച്ചു. ഇനി അത് വേഗം വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ പൊരിക്കാൻ അടുപ്പത്തിട്ടിട്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടി ഉമ്മ പരത്തിയിട്ടിട്ടാന്നിനി. അപ്പം നമ്മൾ ഇറച്ചിപ്പത്തിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇറച്ചിപ്പത്തിൽ പണ്ടം വെക്കും, അതിൻ്റെ ഇടയിൽ കൂടി പോയിട്ട് കല്ലുമുക്കായി പൊരിക്കും. അതാണ് എല്ലാം ഒരേ സമയത്ത് നമ്മൾ ഒരു 3 മണിയാകുമ്പോൾ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. പണ്ടേ ഉള്ളൊരു ഫ്രണ്ടാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്നേഹത്തോടും കൂടി ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പൊരിച്ചു. ഇനി നമുക്ക് നോമ്പ് തുറക്കാനുള്ളതൊക്കെ റെഡിയാക്കാം. അങ്ങനെ ചായ അടുപ്പത്ത് വെച്ചു, മുട്ടയൊക്കെ റെഡിയാക്കി. അപ്പോൾ ഈ ബ്രെഡ് നറുക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ആ സാധനമൊക്കെ പുറത്താക്കിയിട്ട് ഇപ്പോൾ ചിക്കൻ്റെ മസാലയാണ് ഉണ്ടാക്കിയിട്ട് വെച്ചത്. അപ്പോൾ അതൊക്കെ വെച്ച് മുട്ട വെച്ചു. ഇനി ഇത് മുട്ട വന്നിട്ട് മുക്കിയിട്ട് പൊരിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി നാരങ്ങ വെള്ളമൊക്കെ കലക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ ഈ ഒഴിക്കുന്ന കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെന്താന്ന്. നന്നാരി സർബത്ത് എന്നാണ് പറയുക. അത് ഒഴിച്ചാലല്ലേ ഈ നോമ്പ് തുറന്നപാട് നമുക്ക് ഈ പുളിയൊക്കെ കൂട്ടുന്ന സമയത്ത് ഒരു വെല്ലായ്മ ഒരു വായിൽ ഒരു ചുമർപ്പ് പോലെ എന്തോ പറയില്ല, അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഈ നന്നാരി സർബത്ത് ഒഴിച്ചാൽ അത് ഉണ്ടാവില്ല. അങ്ങനെ മുട്ടയും കുരുമുളകും ഉപ്പൊക്കെ ഇട്ട് അതൊക്കെ അങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കണം. അതൊക്കെ റെഡിയായി. ഇനി നമുക്ക് ടേബിളിൽ എടുത്ത് വെക്കാനുള്ളത് പ്ലേറ്റിലൊക്കെ ആക്കാം. അങ്ങനെ ഇറച്ചിപ്പത്തിൽ വെച്ചു. കല്ലുമുക്കായി എടുത്ത് വെച്ചു. ഇതാണ് കല്ലുമുക്കായി എത്ര പേർക്കാണ് ഇഷ്ടമെന്ന് കമൻറ്റ് തന്നെ. എനിക്ക് ഇഷ്ടമല്ല, എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഈ മുങ്ങിപ്പൊരിയുന്നൊന്നും അത്ര വലിയ ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ കായ്പോല അവർക്കുള്ളത് കൊണ്ടുപോയി. ഇനി നമുക്കുള്ളതാണ് ഇത്. അങ്ങനെ ഈ വീഡിയോ റമളാൻ 9 എടുത്ത വീഡിയോ ആണ്. എനിക്ക് എഡിറ്റ് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണേ, സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് കമൻറ്റ് എല്ലാ സപ്പോർട്ടൊക്കെ ഉണ്ടാവണേ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവരും നോമ്പ് തുറക്കാൻ റെഡിയായില്ലേ. അപ്പോൾ ബാങ്ക് കൊടുക്കാനൊക്കെ ആയി. ആ സമയം കൊണ്ട് നമ്മൾ നാരങ്ങ വെള്ളമൊക്കെ ജ്യൂസ് അത്ര അടിക്കുന്നില്ല ഗൈസ്. എന്താ വെച്ചാൽ എൻ്റെ വീട്ടിൽ ജ്യൂസ് അങ്ങനെ ചിലവാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജ്യൂസ് എടുക്കുക. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്തു, നോമ്പ് തുറന്നു, അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. അടുത്ത വീഡിയോ എടുക്കാണ്. ബായ്.